നമസ്കാരം. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഞാൻ ഷോണിമ. വിശദമായ വാർത്തകളിലേക്ക്. ബഹ്റിനിലെ അറിയപ്പെടുന്ന തിരുവനന്തപുരം നിവാസികളുടെ കലാസാംസ്കാരിക കാരുണ്യ കൂട്ടായ്മയായ വോയിസ് ഓഫ് ട്രിവാൻഡ്രം വാർഷിക പൊതുയോഗം ഇന്ത്യൻ ക്ലബ്ബിൽ സംഘടിപ്പിച്ചു. പൊതുയോഗത്തിൽ പ്രസിഡന്റ് CBK കുര്യൻ അധ്യക്ഷനായി പങ്കെടുത്തു. സെക്രട്ടറി അരവിന്ദ് 2023-24 വർഷക്കാലത്തെ പ്രവർത്തന റിപ്പോർട്ട് സമർപ്പിച്ചു. വനിതാ വിഭാഗത്തിന്റെ പ്രവർത്തന റിപ്പോർട്ട് ലേഡീസ് വിംഗ് സെക്രട്ടറി ആയിഷ സിനോജ് അവതരിപ്പിച്ചു. തുടർന്ന് വിവിധ കമ്മിറ്റികളുടെ റിപ്പോർട്ടുകളുടെ അവതരണവും ചർച്ചയും നടന്നു. വൈസ് പ്രസിഡന്റ് മനോജ് വർക്കല, ലോകസഭാംഗം ഷാജി മൂത്തല, ട്രഷറർ റാസുൽ, ലേഡീസ് വിംഗ് പ്രസിഡന്റ് അനുഷ്മ പ്രശോഭ്, ജോയിന്റ് സെക്രട്ടറി സെൻ ചന്ദ്രബാബു, ഇന്റേണൽ ഓഡിറ്റർ മണിലാൽ എന്നിവർ പൊതുയോഗത്തിൽ സംബന്ധിച്ചു. മൈത്രി ബഹ്റിൻ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആരോഗ്യം സംരക്ഷിക്കാം, കരുതലോടെ ജീവിക്കാം എന്ന ശീർഷകത്തിൽ അൽഹിലാൽ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ചാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് നൌഷാദ് മഞ്ഞപ്പാറയുടെ അധ്യക്ഷതയിൽ ബഹ്റിനിലെ സാമൂഹ്യ പ്രവർത്തകൻ KT സലിം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അൽഹിലാൽ പ്രതിനിധി ഷിജിൻ, സാമൂഹ്യ പ്രവർത്തകരായ സൽമാനുൽ ഫാരിസ്, റംഷാദ്, മൈത്രി രക്ഷാധികാരികളായ നിസാർ കൊല്ലം, ഷിബു പത്തനംതിട്ട എന്നിവർ ആശംസകൾ നേർന്നു. വൈസ് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ, ജോയിന്റ് സെക്രട്ടറി സലിം തെയ്യിൽ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അൻവർ ചൂരനാട്, ഷിബു ബഷീർ, ഷാജഹാൻ, അന്നസ് കരുനാഗപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. ജനറൽ സെക്രട്ടറി സുനിൽ ബാബു സ്വാഗതവും മൈത്രി ട്രഷറർ അബ്ദുൽ ബാരി നന്ദിയും രേഖപ്പെടുത്തി. ജന്മനാടിനെ സ്നേഹിക്കുന്നതുപോലെ തന്നെ നമ്മൾക്ക് തൊഴിൽ തരുന്ന നാടിനെയും സ്നേഹിക്കണമെന്ന് ബഹ്റിൻ OICC ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ 53ാമത് ബഹ്റിൻ ദേശീയ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA പറഞ്ഞു. ഈ രാജ്യവും ഇവിടുത്തെ ഭരണാധികാരികളും പ്രവാസികളോട് കാണിക്കുന്ന സ്നേഹത്തിനും കരുതലിനും നന്ദി അറിയിക്കുന്നതായും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ ഏറ്റവും മഹത്തരമായ ഭരണഘടനയും ഭരണ സംവിധാനങ്ങളും നൽകി ഇന്ന് കാണുന്ന വിധത്തിലാക്കിയത് ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ്. അവിടെ നിന്ന് കടന്നുവന്ന ഈ രാജ്യം നൽകുന്ന സുരക്ഷിത ബോധം വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. OICC ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി മനു മാത്യു സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ നെൽസൺ വർഗീസ് നന്ദിയും രേഖപ്പെടുത്തി. OICC ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം, ട്രഷറർ ലത്തീഫ് ആയംചേരി, ജനറൽ സെക്രട്ടറിമാരായ സയ്യിദ് MS, ജേക്കബ് തേക്കുതോട്, ജീസൺ ജോർജ്, വൈസ് പ്രസിഡന്റുമാരായ ജവാദ് വക്കം, ഗിരീഷ് കാളിയത്ത്, സുമേഷ് ആനേരി, വനിതാ വിഭാഗം പ്രസിഡന്റ് മിനി മാത്യു എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. OICC നേതാക്കളായ രജിത് മൊട്ടപ്പാറ, രഞ്ജൻ കച്ചേരി, വിനോദ് ദാനിയേൽ, ജോണി താമരശ്ശേരി, റംഷാദ് ഐലക്കാട്, അലക്സ് മഠത്തിൽ, മോഹൻകുമാർ നൂറനാട്, സൽമാനുൽ ഫാരിസ്, ഫിറോസ് നങ്ങാരത്ത്, ജലീൽ മുല്ലപ്പള്ളി, ചന്ദ്രൻ വളയം, ബിജുപാൽ CK, ശ്രീജിത്ത് പനായി, രഞ്ജിത്ത് പടിക്കൽ, വില്യം ജോൺ, ബൈജു ചെന്നിത്തല, ഷാജി പൊഴിയൂർ, മുനീർ UK എന്നിവർ നേതൃത്വം നൽകി. കൊല്ലം പ്രവാസി അസോസിയേഷൻ റിഫ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ IMC ഇന്റർനാഷണൽ ഹോസ്പിറ്റലുമായി സഹകരിച്ച് ബഹ്റിൻ ദേശീയ ദിനത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 100ൽ പരം പ്രവാസികൾ പങ്കെടുത്ത ക്യാമ്പ് KPA പ്രസിഡന്റ് അനോജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പാക് ചീഫ് കോർഡിനേറ്റർ ജ്യോതി മേനോൻ, സാമൂഹ്യ പ്രവർത്തക നൈന മുഹമ്മദ് എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. ഏരിയ പ്രസിഡന്റ് സുരേഷ് കുമാർ അധ്യക്ഷനായ ചടങ്ങിന് ഏരിയ സെക്രട്ടറി സാജൻ നായർ സ്വാഗതവും ഏരിയ ട്രഷറർ അനന്തു ശങ്കർ നന്ദിയും രേഖപ്പെടുത്തി. KPA ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ, ട്രഷറർ മനോജ് ജമാൽ, വൈസ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ്, സെക്രട്ടറി അനിൽകുമാർ, മുൻ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗങ്ങളായ ജദ്ഗത് കൃഷ്ണകുമാർ, സന്തോഷ് കാവനാട്, കിഷോർ കുമാർ, ഏരിയ ജോയിന്റ് സെക്രട്ടറി സുബിൻ സുനിൽകുമാർ, ഏരിയ കോർഡിനേറ്റർമാരായ ഷിബു സുരേന്ദ്രൻ, മജു വർഗീസ് എന്നിവർ ആശംസകൾ നേർന്നു. KPAയുടെ ഉപഹാരം IMC മാനേജ്മെന്റ് പ്രതിനിധി ആൽബിൻ ഏറ്റുവാങ്ങി. തുടർന്ന് ഡോക്ടർ പ്രണീഷ് വർഗീസ് പ്രവാസികളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചും സംശയ നിവാരണ ക്ലാസ് കൈകാര്യം ചെയ്തു. ഏരിയ വൈസ് പ്രസിഡന്റ് ജമാൽ കോയിവിള, ഏരിയ മെമ്പർമാരായ അക്ബർ നൂർ കുഞ്ഞ്, അനന്തുകൃഷ്ണൻ, അബ്ദുൽ ലത്തീഫ്, പ്രവാസി ശ്രീ യൂണിറ്റ് ഹെഡ് പ്രദീപ അനിൽ, ഷാമില ഇസ്മായിൽ എന്നിവർ ക്യാമ്പ് നിയന്ത്രിച്ചു. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ സ്കൂൾ ഒരുക്കിയ സാംസ്കാരിക മേളയുടെ ആദ്യ ദിനത്തിൽ വൻ ജനാവലി ഇസാറ്റോൺ സ്കൂൾ ഗ്രൌണ്ടിൽ ഒഴുകിയെത്തി. ഇന്ത്യൻ സ്കൂൾ സമൂഹത്തിന്റെ ഒത്തൊരുമയിലൂടെ പരിപാടി വൻ വിജയമാക്കി തീർക്കാൻ സാധിച്ചു. ഇന്ത്യൻ സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന മേള നാടിന്റെ സാംസ്കാരിക വൈവിധ്യവും കലാപരമായ കഴിവും ആഘോഷിക്കാൻ വേദിയായി. ആവേശത്തോടെയും ഐക്യത്തോടെയും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും അഭ്യുദയകാംക്ഷികളും മേള വിജയിപ്പിക്കാൻ ഒത്തൊരുമിച്ച് രംഗത്തിറങ്ങിയിരുന്നു. ഇന്ത്യൻ അംബാസിഡർ ഹിസ് എക്സലൻസി വിനോദ് K ജേക്കബാണ് മേള ഉദ്ഘാടനം ചെയ്തത്. തൊഴിൽ മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അഹമ്മദ് അൽ ഹൈക്കി, പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ ലൂൽവ ഗസൻ അൽ മുഹന്ന, വിദ്യാഭ്യാസ മന്ത്രാലയം റിസ്ക് അസസ്മെന്റ് ആൻഡ് ലീഗൽ അഫയേഴ്സ് ഡയറക്ടർ റീം അബൌദ് അൽ സനായി, ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ക്യാപ്റ്റൻ ഖുലൂദ് യഹ്യ ഇബ്രാഹിം, ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ അഹമ്മദ് അൽ ഖലീഫ, ഖത്തർ എഞ്ചിനീയറിംഗ് ലബോറട്ടറീസ് ചെയർമാനും ജനറൽ മാനേജറുമായ KG ബാബുരാജൻ,
അമാദ് ബൈദ് ഇലക്ട്രിക്കൽ മാനേജിംഗ് ഡയറക്ടർ പമ്പാവാസൻ നായർ, ICRF ചെയർമാൻ അഡ്വക്കേറ്റ് VK തോമസ്, ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, സെക്രട്ടറി V രാജപാണ്ഡ്യൻ, സ്റ്റാർ വിഷൻ ഇവന്റ്സ് ചെയർമാനും സിഇഒയുമായ സേതുരാജ് കടക്കൽ, സ്കൂൾ വൈസ് ചെയർമാനും സ്പോർട്സ് അംഗവുമായ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ, അസിസ്റ്റന്റ് സെക്രട്ടറിയും അക്കാദമിക് അംഗവുമായ രഞ്ജിനി മോഹൻ, ഭരണസമിതി അംഗങ്ങൾ, മേളയുടെ സംഘാടക സമിതി ജനറൽ കൺവീനർ വിപിൻ കുമാർ എന്നിവർ പങ്കെടുത്തു. ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളെ ഇന്ത്യൻ അംബാസിഡർ പ്രശംസിച്ചു. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിൽ ഇന്ത്യൻ സ്കൂൾ കുട്ടികളുടെ സജീവ പങ്കാളിത്തവും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഭാരത് കോ ജാനിയെ ക്വിസിൽ പങ്കെടുക്കാൻ ബഹ്റൈനിൽ നിന്നുള്ള 8000 രജിസ്ട്രേഷനുകളിൽ 3200 എണ്ണം ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ളതായിരുന്നു. പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് സ്കൂളിൽ കാര്യമായ ശ്രദ്ധ ലഭിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതിഥികൾക്ക് ചടങ്ങിൽ മെമന്റോസ് സമ്മാനിച്ചു. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് അധ്യക്ഷ പ്രസംഗം നടത്തി. പ്രിൻസിപ്പൽ VR പളനിസ്വാമി സ്വാഗതവും സെക്രട്ടറി V രാജപാണ്ഡ്യൻ നന്ദിയും രേഖപ്പെടുത്തി. ഗായകൻ വിനീത് ശ്രീനിവാസും സംഘവും ഹരം പകരുന്ന ഗാനങ്ങളിലൂടെ സദസ്സിനെ ആകർഷിച്ചു. വെള്ളിയാഴ്ച ഗായിക ടിയാക്കർ നയിക്കുന്ന ഉത്തരേന്ത്യൻ സംഗീതമേളയും നടന്നു. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. തിരുവനന്തപുരം ജില്ലയിൽ മണ്ണാത്തല സ്വദേശി ചന്ദ്രൻ പ്രവാസിയായിരുന്നു. ബഹ്റൈനിൽ നിന്ന് നാട്ടിൽ ലീവിന് പോയപ്പോൾ ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ചു. നട്ടെല്ല് പൊട്ടി 20 വർഷത്തോളമായി കിടപ്പിലായി. ഭാര്യയോ ബന്ധുക്കളോ ഒന്നുമില്ലാത്ത ഇദ്ദേഹത്തിന് ഒരു കൈത്താങ്ങായി കേരള ഗാലക്സി ബഹ്റൈൻ 50,000 രൂപയുടെ ധനസഹായം ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ നക്ഷത്രത്തിലക്കം ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്തിന് കൈമാറി. കേരള ഗാലക്സി ചെയർമാൻ വിജയൻ കരുമലയുടെ നേതൃത്വത്തിൽ ഉപദേശ സമിതി ചെയർമാൻ ഗഫൂർ മയ്യന്നൂർ, പ്രസിഡന്റ് വീണ V നായർ, സെക്രട്ടറി അനിത എന്നിവർ പങ്കെടുത്തു. കൂടാതെ കേരള ഗാലക്സിയുടെ എല്ലാ മെമ്പർമാരും സന്നിഹിതരായിരുന്നു. ക്രെഡിറ്റ് കാർഡ് കുടിശ്ശിക തിരിച്ചടവ് വൈകുന്നതിന് ബാങ്കുകൾ ഈടാക്കുന്ന പലിശ നിരക്കിന്റെ 30% പരിധി നീക്കി സുപ്രീം കോടതി. ലക്ഷക്കണക്കിന് ക്രെഡിറ്റ് കാർഡ് ഉപയോക്താക്കൾക്ക് തിരിച്ചടിയാകുന്നതാണ് വിധി. ജസ്റ്റിസുമാരായ ബേലായം ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി. ക്രെഡിറ്റ് കാർഡ് പലിശ പരിധി 30% നിശ്ചയിച്ച നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷന്റെ വിധിക്കെതിരെ വിവിധ ബാങ്കുകൾ സമർപ്പിച്ച ഹർജി പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി വെള്ളിയാഴ്ച വിധി പുറപ്പെടുവിച്ചത്. സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, സിറ്റി ബാങ്ക്, അമേരിക്കൻ എക്സ്പ്രസ്, HSBC എന്നീ ബാങ്കുകളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. 2008 NCDRC ക്രെഡിറ്റ് കാർഡ് പലിശ പരിധി നിശ്ചയിച്ച് ഉത്തരവിറക്കിയത്.
സൗഖ്യം സദാ ആന്റിബയോട്ടിക് സാക്ഷരതാ യജ്ഞം ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഡിസംബർ 22 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 പത്തനംതിട്ട മൈലാപ്ര മാർ കുര്യാക്കോസ് ആശ്രമം ഓഡിറ്റോറിയത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ സ്പാർക്ക് പദ്ധതിയുടെ ഭാഗമായി നാഷണൽ സർവീസ് സ്കീമുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുക. ആധുനിക ലോകത്തെ അശാസ്ത്രീയമായ മരുന്നുപയോഗശീലങ്ങൾ തിരിച്ചറിയുന്നതിലൂടെ സ്വയം പാകപ്പെടുവാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കി അവരിലൂടെ സമൂഹത്തിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.